പ്രിയപ്പെട്ടവരെ, നിത്യജീവിതത്തിലെ ആചാരങ്ങളും അതിൻ്റെ അന്ധവിശ്വാസങ്ങളും ഒരു ചരിത്രപരമായ അന്വേഷണത്തിൻ്റെ അടുത്ത ചോദിക്കുന്നത് ഈ ചില മേഖലകളിൽ ഓതി കൊടുക്കുന്നു എന്നുള്ളത്. അതെല്ലാം എനിക്കൊന്നും മിക്ക മതവിഭാഗത്തിലുണ്ടെന്ന് തോന്നുന്നു. മുസ്ലിം വിഭാഗത്തിൽ സജീവമാണ്. ജപിക്കൽ അതുപോലെ കയ്യിൽ ചരട് കെട്ടൽ ഒരു ഫാഷനായി അടുത്ത കാലത്ത് ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സജീവമാണ്. ഇതൊക്കെ നമ്മൾ പല അസുഖങ്ങൾ വന്നാലും മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സമൂഹത്തിൽ കാണും. നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ ആളുണ്ട്. ഇതെങ്ങനെയാണ് സമൂഹത്തിൽ വന്നത്? ഈ ഓതലും ഈ ജപിക്കലും ഒക്കെ വന്നു. എനിക്കൊന്ന് വളരെ പഴയതാണെന്ന് തോന്നുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ല അതിന് ഒരുപാട് പഴക്കമുണ്ട്, ഒരുപാട് പഴക്കമുണ്ട്. അതിന് കാരണം ഈ ലോകത്തിന് ആദ്യത്തെ ഗോത്രത്തലവൻ ഉണ്ടായത് മന്ത്രവാദിയിൽ നിന്നാണ്. കാരണം ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത് പ്രകൃതിയുടെ ദുരന്തങ്ങൾ. വെള്ളപ്പൊക്കം അവനെ നിരോധിക്കാൻ പറ്റില്ല, തീപിടുത്തം നിരോധിക്കാൻ കഴിയില്ല. ഇവിടെയെല്ലാം പ്രകൃതിയെ ഭയപ്പെട്ടു. അന്ന് പ്രകൃതിയെ പിടിച്ചു നിർത്തിത്തരാമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് എത്തിയവനാണ് ആദ്യത്തെ മന്ത്രവാദി. അപ്പൊ അന്ന് അവൻ മന്ത്രവാദത്തിലൂടെ അവന്റെ ചില കൈക്രിയകളിലൂടെ ഇതിനെയൊക്കെ ഒരുപക്ഷെ ശാന്തമായിരിക്കും മാറും. അപ്പൊ അങ്ങനെ ആദ്യത്തെ മന്ത്രവാദി ഗോത്രത്തലവനായി മാറി. സ്വാഭാവികമായും തലവനാവുമല്ലോ ഗോത്രത്തലവൻ. അത്ഭുതം. ഇതിനോടൊപ്പം തന്നെ ഇതേ ഇതിനൊരു ക്രോണോളജി ഉണ്ട്. ഇതേ മന്ത്രവാദി അസുഖത്തിന് ഓതാൻ തുടങ്ങി. പക്ഷെ അത് മാത്രം തീരുമില്ല എന്ന് കണ്ടുകൊണ്ട് ഇവൻ പച്ചമരുന്നുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മന്ത്രവാദവും മരുന്നും ഇന്നും തുടരുന്നുണ്ട്. മന്ത്രവാദവും മരുന്നും അറബി മാന്ത്രികത്തിൽ മരുന്നും മന്ത്രവാദവും ഉണ്ട്. മരുന്നും മന്ത്രവാദവും ഇതിനോട് ഒപ്പം ഉപയോഗിക്കാൻ തുടങ്ങി. കാലക്രമേണ ഇത് രണ്ടായി. വൈദ്യന്റെ വഴിക്ക് പോയി മന്ത്രവാദിയിലോ. അങ്ങനെ മന്ത്രവാദി ഒരു സ്വതന്ത്രനായി. ആ മന്ത്രവാദിക്ക് രണ്ടു തരം മന്ത്രവാദങ്ങൾ അവൻ ചെയ്തു. അത് നാട്ടുമന്ത്രവാദവും കുടുംബ മന്ത്രവാദവും. ഇപ്പൊ എന്റെ കുടുംബത്തിനൊരു മന്ത്രവാദം, നാട് നന്നാവാൻ വേറൊരു മന്ത്രവാദം. അങ്ങനെ മന്ത്രവാദികൾ രൂപപ്പെട്ടു വന്നു. ഇതിൽ കുടുംബ മന്ത്രവാദത്തിലാണ് ഈ ഓതലും ജപിക്കലും നൂലുകെട്ടലും വരുന്നത്. നൂലുകെട്ടലിന് വേറൊരു ചരിത്രം ഞാൻ പിന്നെ പറയാം. അപ്പൊ ഈ ഓതൽ എന്ന് പറയുന്നത് അപ്പൊ അതിന് ഔഷധവും പിന്നെ മന്ത്രവാദവും കൂടെ ഒന്നിച്ചു വന്നൊരു സാഹചര്യത്തിലാണ് തുളസി ഇലയും പിന്നെ കൂവളത്തിലയും കൊണ്ട് വെള്ളം ജപിച്ചു കൊടുത്താൽ അസുഖം മാറും എന്നൊരു സങ്കല്പം രൂപപ്പെടുന്നു. ഇതിന് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. കാര്യം അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളിൽ ഒന്നാണ് തുളസി, കൂവളം. ഇത് വെള്ളത്തിലിട്ടാൽ ഓക്സിജനേക്കാൾ വളരെ പെട്ടെന്ന് വെള്ളത്തിലേക്കുന്ന ഓസോണാണ്. ഇതും ശാസ്ത്രം തെളിയിച്ചപ്പെട്ടു. ഇത് ഇടാതെ വേറെ ഒരു പൂവും ഇട്ട് പണ്ട് വെള്ളം ജപിക്കില്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ചിലതൊക്കെ മാറും, ചിലതൊക്കെ മാറും. അതൊക്കെ സ്വാഭാവികമാണ്. അതില് ഇത് പണ്ട് ആൾട്ടർനേറ്റ് ഇല്ല ആളുകൾക്ക്. ഒരു നാട്ടിൽ ഒരേ ഒരു വൈദ്യൻ കാണും, അയാൾ വലിയ. അപ്പം ആയുർവേദത്തിനെ കുറിച്ച് പറയുന്നതിന് രോഗിയും വൈദ്യനും ധനവാനായിരിക്കണമെന്നാണ്. അപ്പൊ പാവപ്പെട്ട ആളുകൾക്ക് വേറെ മാർഗമില്ല. അവർക്ക് ഇതേ ഉള്ളൂ. ഇതാകുമ്പോൾ വലിയ ചെലവില്ല. അവിടെ ചെന്ന് അയാൾക്ക് ദക്ഷിണ എന്ന് പറഞ്ഞാൽ 4 കാശോ 2 കാശോ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ജപിച്ചു. ഈ വെള്ളം കൊണ്ടുപോകുമ്പോൾ സംസാരിക്കാൻ പാടില്ല, മടവ ചാടാൻ പാടില്ല. അതായത് ഈ പുണ്യമുള്ള എന്നാണ് നാട്ടുഭാഷ, അത് നമ്മുടെ ഇവിടുത്തെ. അപ്പൊ ഇത് പോകുമ്പോ ചാടി കിടക്കാൻ പാടില്ല, തോടിൽ ഇറങ്ങി നടന്നു കയറണം, ചാടി കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ പട്ടിയെ മറികടക്കാൻ പാടില്ല, കിടന്നുറങ്ങുന്ന പട്ടിയെ മറികടക്കാൻ പാടില്ല. അങ്ങനെ പട്ടിയെ എണീറ്റ് നടത്തിച്ചിട്ട് വേണം സംസാരിക്കാൻ പാടില്ല. ഇത് കൊണ്ടുവന്ന് ഈ രോഗിയുടെ കയ്യിൽ, ഉപഭോക്താവിന്റെ കയ്യിലേക്ക് കൈമാറുന്നത് വരെ ഇയാൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ വെള്ളമോതൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. നമ്മുടെ വെള്ളനാട് ഇപ്പൊ നമ്മുടെ സ്ഥലത്തൊക്കെ ഇത് അവിടെ ഒരു ആ കഥ കൂടെ ഞാൻ പറയാം. അവിടെ ഒരു പൊന്നുള്ള സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി, എൻ്റെ ഒരു ബന്ധുവും കൂടെ, മിത്രനികേതനൊക്കെ ഉദ്ഘാടനം ചെയ്ത ഇദ്ദേഹം ജപിച്ചു കൊടുത്താൽ അസുഖം പൂർണ്ണമായി മാറുമെന്ന ഒരു വിശ്വാസം നാട് മുഴുവൻ അങ്ങ് പറയുന്നു. സ്വാമിക്കാണെങ്കിൽ പിന്നെ കാലത്തെ എണീറ്റ് കഴിഞ്ഞാൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരാനേ നേരമുള്ളൂ. അന്ന് വൈപ്പൊന്നും ഇല്ല. പ്രായം ചെന്നപ്പോൾ ഇദ്ദേഹം അവസാനം ചെയ്ത് സിമെന്റ് കൊണ്ട് ഒരു വലിയ തൊട്ടി കെട്ടി ഒരു 500 ലിറ്റർ വെള്ളം കയറും. ഇദ്ദേഹം തന്നെ തലേ ദിവസം രാത്രി
എക്സസൈസ് എന്നുള്ള നിലയ്ക്ക് ഈ തൊട്ടി നിറച്ച് വെള്ളം കോരിയിടും. വെള്ളം കോരിയിട്ടിട്ട് കാലത്തെ എഴിച്ച് കുറെ തുളസിയിലിട്ട് ജപിച്ചങ്ങ് വെക്കും. എന്നിട്ട് വരുന്ന ആളിനെ മുക്കി അങ്ങ് കൊടുക്കും. അങ്ങനെ ആയിരുന്നു സ്ഥിതി. അപ്പൊ ഈ ആളുകൾക്ക് വിശ്വാസമാണ് ഇതിനകത്ത് പ്രധാനം. അതിനകത്ത് ഔഷധ ഗുണമുണ്ടോ അത് വേറെ മാറും എന്നുള്ളതല്ല. സ്വാമി ജപിച്ചു കൊടുത്താൽ സംഗതി അങ്ങ് മാറും. അത് തൊട്ടിയിലെ വെള്ളമായാലും കൊള്ളാം, കിണറ്റിലെ വെള്ളമായാലും കൊള്ളാം. അപ്പൊ ആ ഒരു വിശ്വാസമാണ് അതിന് നിർത്തിയത്. എന്നാൽ ചരട് കെട്ട് മറ്റൊന്നാണ്. ചരട് കെട്ട് വെറും പ്രാകൃതമാണ് സാധനം. ഈ ചരട് കെട്ട് ആദ്യം ആരംഭിക്കുന്നത് ആദിവാസി സമൂഹത്തിന്റെ ഇടയിലാണ്. ഇപ്പോഴും തെക്കേ അമേരിക്കയിലെ ചില ആദിവാസി സമൂഹം എപ്പോഴും ഉപയോഗിക്കുന്നത് വർഷം കണക്കാക്കാനാണ്. എൻ്റെ പ്രായം അറിയാൻ എനിക്ക് ഓർമ്മയൊന്നും കാണുമല്ലോ. ഞാൻ വേട്ടയാടി നായാടിയൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു ചരട് കയ്യിലോ കാലിലോ കെട്ടി ഓരോ വർഷം കഴിയുമ്പോൾ ഒരു കെട്ടിടും. എത്ര വയസ്സാണെന്ന് ഈ കെട്ട എണ്ണി നോക്കിയാൽ. ഇതിനെയാണ് മന്ത്രവൽക്കരിക്കുകയും അതിനെ യന്ത്രവൽക്കരിക്കുകയും യന്ത്രം എന്നുള്ള പേരിൽ ഇവർക്ക് ജപിച്ചു കെട്ടിക്കൊടുക്കുകയും ചെയ്യും. ഇതിനെവര് പറയുന്നത് ഇപ്പോൾ 7 കെട്ടുണ്ടെങ്കിൽ 7 തവണ മന്ത്രം ജപിച്ചു എന്നാണ്. ഇവന്റെ നാളും മറ്റത് നമ്മൾ കണക്കൂട്ടാൻ വേണ്ടി മാത്രം നൂല് കെട്ടും പ്രായം അറിയാൻ വേണ്ടി മാത്രമാണ്. ഇതിനെ ആ പ്രാകൃത സമ്പ്രദായത്തിനെയാണ് ഇവർ ഇങ്ങോട്ട് ദത്തെടുത്തുന്നത്. ഇനിയിപ്പോ നമ്മള് ബ്രാഹ്മണരുടെ തന്നെ വിശ്വാസങ്ങളിലേക്ക് നമുക്ക് പോവാം. ഈ ബ്രാഹ്മണർ ആരെയും കെട്ടുന്ന കാണാനില്ല. ബ്രാഹ്മണരെ കെട്ടാറില്ല. അവരെ ഈ പൂണൂലല്ലാതെ കയ്യിൽ ഇല്ല. അതിന് ഈ താന്ത്രിക വിദ്യയിൽ ഇല്ലെന്നേ. താന്ത്രിക വിദ്യയിലില്ല. ഇത് മന്ത്രവാദത്തിലുള്ളതാണ്. മന്ത്രവാദം എന്ന് പറയുന്നത് അമ്പലവുമായോ ദൈവവുമായോ വിശ്വാസവുമായോ ബന്ധപ്പെട്ടതല്ല. ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പം ഈ രാഷ്ട്രീയം വരുമ്പോൾ ഈ മതരാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് 5 6 ചരടാണ്. അതെ, വ്യത്യസ്ത പല നിറത്തിലുള്ളത്, കറുത്തത്, വെളുത്ത്. ഇനി രസമല്ല, നൂല് ജപിച്ചു കെട്ടുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ വെള്ള നൂലാണ് കെട്ടുക. അപ്പൊ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം ഈ സാധനം അപ്പൊ ഭൂരിപക്ഷ സമുദായം കാണിക്കുന്നത് വിശ്വാസമായാലും അന്ധവിശ്വാസമായാലും മറ്റവര് കണ്ണുടച്ച് ദത്തെടുക്കുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ബിസിനസ്സും കൂടെ ഓരോ ചരട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഒരു ജോത്സ്യൻ പ്രമുഖ ചാനലിലൊക്കെ വന്ന ജോത്സ്യൻ ഈ ഓൺലൈനിലാണ് ഈ ചരട് ജപിച്ചു കൊടുക്കുന്നത്. അത് അപ്പൊ നമ്മൾക്ക് ഫോൺ ചെയ്ത് ചോദിക്കാം. ഒന്നിൽ കൂടുതൽ ചരട് വേണമെങ്കിൽ അതിന്റെ പൈസ കൊടുത്താൽ ഓൺലൈൻ അയച്ചു കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ ഇത്തരത്തിൽ ഇത് വളരെ പ്രാകൃതമായ ഇന്നും ആദിവാസി സമൂഹം, ഇന്ന് സമൂഹത്തിലെ നമ്മള് ഒരു 2 വർഷം മുമ്പേയൊക്കെ ഉള്ള അതിലെ ഈ ചരട് കെട്ടിൽ വ്യാപകമായി കണ്ടിട്ടുണ്ട്. കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിയപ്പോ പലരും ഒഴിവാക്കി തുടങ്ങി. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിന് മന്ത്രവാദവുമായിട്ടോ മാന്ത്രിക വിദ്യയായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധം. പിന്നെ ഇത് നമ്മളെ ഈ വിശ്വാസമാണ്. ഇത് നമ്മളെ ഈ സിനിമ നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വരുമ്പോ ഇവിടെയൊക്കെ ചരട് കെട്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് വിശ്വാസത്തിന്റെ ഫലം, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഭാഗമായിട്ട് ചരട് കെട്ടുകൾ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ശരി.